ഇന്ന് നല്ലൊരു അടിപൊളി ബീഫ് സ്റ്റേക്ക് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബീഫ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് സീസൺ ചെയ്യാം. അപ്പോൾ ഇവിടെ സീസണിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റേക്കിൻ്റെ ഒരു സീസണിങ് ഉണ്ട്, അതേപോലെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ചാർ ഗ്രിൽ സീസണിങ്, അതൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പുരട്ടി ഒരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു അയൺ സ്കില്ലറ്റ് എടുത്തിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് വൺ സൈഡ് 3 മിനിറ്റ്സും അത് കഴിഞ്ഞ് തിരിച്ചിട്ട് 3 മിനിറ്റ്സും ഫ്രൈ ചെയ്തെടുക്കുക. ഇനി പറയുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇത് ഒരുപാട് നന്നായിട്ട് കുക്ക് ചെയ്യേണ്ടവർക്ക്, വെൽ ഡൺ കുക്ക് ആവേണ്ടവർക്ക് കുക്കറിനകത്തിട്ടൊന്ന് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ കുക്കറിനകത്തിട്ടതിന് ശേഷം ഇത് തിരിച്ച് ഈ സ്കില്ലറ്റിനകത്തോട്ട് തന്നെ ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം അതിനകത്തുനിന്നുള്ള എണ്ണയെല്ലാം മാറ്റിയിട്ട് ഈ സ്കില്ലറ്റിനകത്തോട്ട് വീണ്ടും കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചതച്ച ഗാർലിക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റേക്കിൻ്റെ പീസസ് എല്ലാം പറക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് തൈമാണ്. തൈം, അതേപോലെ റോസ്മേരി, പിന്നെ സേജ്, പിന്നെ ഞാൻ ചേർക്കുന്നത് സ്പ്രിംഗ് ഒനിയനാണ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് ആ മെൽറ്റഡ് ബട്ടർ ഉണ്ടല്ലോ അതിങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 30 സെക്കൻഡ്സ് വൺ സൈഡും പിന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും 30 സെക്കൻഡ്സ് അതർ സൈഡും ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ആ സ്റ്റെപ്സ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് വലിയ വേവിൻ്റെ ആവശ്യമില്ല ഇനി. അപ്പോൾ ഞാൻ ഓൾറെഡി കുക്കറിനകത്തിട്ട് വേവിച്ചതാണിത്, അതുകൊണ്ട് ഇത് നമുക്ക് വലുതായിട്ട് വേവേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സോസാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ സ്റ്റോക്കില്ലേ, കുക്കറിനകത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിനകത്തൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സോസിനകത്ത് മുക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ബേക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് സെർവ് ചെയ്ത് കഴിക്കാം.